ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നവംബർ 2-ാം തീയതി സകല മരിച്ച വിശ്വാസികളുടെയും സ്മരണ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. നായേനിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഈ ഒരു വചനഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ടും കാണാൻ സാധിക്കും. യേശു നായൻ എന്ന പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പട്ടണത്തിൻ്റെ പുറത്തേക്ക് ഈ വിധവയും വിധവയുടെ മകനെ കൊണ്ടുവരുന്ന ശവമഞ്ചക്കാരും ഒപ്പം തന്നെ ആ നാട്ടിൽ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ വചനം കൃത്യമായിട്ടും വായിച്ച് നമുക്ക് മനസ്സിലാക്കാം യേശു എന്തുകൊണ്ടാണ് ഈ അത്ഭുതം ചെയ്തത്. ആ വിധവ വന്ന് യേശുവിനോട് ചോദിച്ചായിരുന്നു? ഇല്ല. ആ കൂടെ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും കർത്താവിനോട് വന്ന് ചോദിച്ചു? ഇല്ല. ഈശോയുടെ ഒപ്പമുള്ള അപ്പോസ്തലന്മാരോ ശിഷ്യന്മാർ ആരെങ്കിലും കർത്താവിനോട് പറഞ്ഞായിരുന്നു? ഇല്ല. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് ഒരു കാരണവുമില്ലാതെ നേരിട്ട് വന്ന് തനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം കർത്താവ് വന്ന് ഒരു അത്ഭുതം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പോയിന്റിൽ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചാണ് ഓരോ കാര്യവും ക്രിസ്തു ചെയ്തിരുന്നത്. ആ പദ്ധതി പിതാവിൻ്റെ പദ്ധതിക്കനുസരിച്ച് തന്നെയാണ് ജീവിതത്തിൽ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ അത്ഭുതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അത്ഭുതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നായൻ്റെ വിധവയുടെ ആ മകനെ ഒരു പോയിന്റിലേക്ക്, മരിച്ചു എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലേക്ക് കർത്താവ് പറയുന്നു ഇവിടെ മരണം വേണ്ട, മരണം മറ്റൊരു സമയത്തേക്ക് മാറ്റി. ഒരു വളരെ ലീനിയറായിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾ മരിച്ചു, കർത്താവ് പറയുന്നു ഈ പോയിന്റിൽ മരണം വേണ്ട, മറ്റൊരു പോയിന്റിലേക്ക് മതിയെന്ന്. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ഒരു വലിയ പെർസ്പെക്റ്റീവ് കാണുന്നത്. കർത്താവ് കൃത്യമായിട്ടും പറയുന്നു മരണം എന്ന് പറയുന്ന ഒരു അവസാനമല്ല. ഒരാളുടെ ജീവൻ മരണം എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന ആരാ? കർത്താവാണ്. ഈ പോയിന്റിൽ ഒരാൾ മരിച്ചു, അതിന് ശേഷമുള്ള ജീവിതം അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു പോയിന്റാണ്. ഇവിടെ കർത്താവ് പറയുന്നു ഈ പോയിന്റിൽ ആൾ മരിക്കണ്ട, കർത്താവ് പറയുന്നു കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തിൻ്റെ പുറത്തുള്ള കർത്താവിൻ്റെ ശക്തി. ആരും തന്നെ ചോദിച്ചിട്ടല്ല, മറിച്ച് ആരും ചോദിക്കാതെ തന്നെ മരണത്തിൻ്റെ പുറത്തുള്ള കർത്താവിൻ്റെ ശക്തി പ്രകടമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു അത്ഭുതം. ഈ ഒരു വചനത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇങ്ങനെ മരണത്തെക്കുറിച്ച് മുഴുവൻ കൺട്രോളുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളതെങ്കിൽ, ക്രിസ്തു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം നവംബർ മാസം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടും സഭ മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എന്തുകൊണ്ട്? സഭയിൽ പൊതുവെ പറയുന്ന 3 അവസ്ഥകളുണ്ട് സഭയിൽ. ഒന്ന് വിജയസഭ, രണ്ടാമത്തേത് സഹനസഭ, മൂന്നാമത്തേത് സമരസഭ. ട്രയംഫൻ്റ് ചേർച്ച് ട്രയംഫൻ്റ് എന്ന് പറയുന്നത് വിജയസഭയാണ്. നമ്മൾ ഇന്നലെ നവംബർ 1-ാം തീയതി ഈ വിജയസഭയിലെ വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണ് കർത്താവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചത്. രണ്ടാമത്തേത് ഇന്ന് നവംബർ 2-ാം തീയതി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ സഹനസഭയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. സമരസഭ എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. സമരസഭയിലെ ആൾക്കാരെല്ലാവരും ഈ സഹനസഭയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. എന്താ പ്രാർത്ഥിക്കുന്നത്? അവർ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, നവംബറിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ഈ പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡവിമോചനം കിട്ടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സഭയിൽ കൃത്യമായിട്ടുള്ള പഠനം ഇത് തന്നെയാണ്. നവംബർ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ സെമിത്തേരി സന്ദർശിക്കുകയും നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത് അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കുർബാനയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നവംബർ 2-ാം തീയതി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ ഒരുങ്ങി സ്വീകരിച്ചതിന് ശേഷം ഒരു സ്വർഗസ്ഥനായും ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. 2 കാര്യങ്ങളാണ്, 2 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് ചെയ്താൽ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ നവംബർ മാസത്തിലോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മളെക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, സെമിത്തേരി സന്ദർശിച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ, നിത്യജീവസ് ഇയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ, ഈ സഹോദരന് മരിച്ചുപോയ മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിൻ്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ എന്ന ഈ പ്രാർത്ഥന ചൊല്ലിയാൽ തന്നെ ഒരു ഭാഗികമായിട്ടുള്ള ഒരു പാർഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്, എന്താണ് ഈ ദണ്ഡവിമോചനത്തിലൂടെ സഭ എന്താ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? പാപങ്ങളോ അല്ലെങ്കിൽ രക്ഷയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ഇപ്പോൾ ഞാൻ ഈ ഒരു വർഷം ഒരാൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അയാൾക്ക് ദണ്ഡവിമോചനം കിട്ടാൻ വേണ്ടി ഞാൻ ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ ഇതിന് ശേഷം അയാൾക്ക് വേണ്ടി ഒരു ആണ്ട് കുർബാനയോ അല്ലെങ്കിൽ അനുസ്മരണത്തിൻ്റെ കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടിയോ? വലിയ ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കാര്യം, എന്താണ് ദണ്ഡവിമോചനത്തിലൂടെ സംഭവിക്കുന്നത്? ദണ്ഡവിമോചനത്തിലൂടെ സംഭവിക്കുന്നത് പാപങ്ങളുടെ പൊറുതിയോ രക്ഷയോ അല്ല, മറിച്ച് ഏതൊക്കെ പാപങ്ങളാണോ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് ആ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ, കോൺസിക്വൻസസ് ഓഫ് സിൻ, അതിൻ്റെ ആ ടെമ്പറൽ പണിഷ്മെൻറ്റ്സ് ആയിട്ട് നിൽക്കുന്ന ഘടകങ്ങളൊക്കെ അതെല്ലാം തന്നെ മായ്ക്കപ്പെടുകയാണ്.
അതാണ് ഈ ദണ്ഡവിമോചനത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അയാളുടെ ജീവിതത്തിൽ ആ ഒരു പോയിൻ്റ് വരെയുള്ള എല്ലാ ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെയും കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ മായ്ക്കപ്പെടുക. അല്ലാതെ പാപമോചനം സംഭവിക്കുകയോ രക്ഷ സംഭവിക്കുകയോ ചെയ്യുന്നില്ല. അത് കർത്താവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നവംബറിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടും ഈ സഹനസഭയിലായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ദണ്ഡവിമോചനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ രക്ഷയിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പക്ഷേ ഈ ദണ്ഡവിമോചനത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്നത് അവരുടെ പാപത്തിൻ്റെ അനന്തരഫലങ്ങളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചു കളയാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ വർഷവും നമുക്ക് നവംബർ മാസത്തിൽ നമുക്കൊന്ന് ശ്രമിക്കാൻ പറ്റും. എന്തിനാണ്? നമ്മളുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ, നമ്മളുടെ അപ്പപ്പന്മാർ, അമ്മൂമ്മമാർ, അവരുടെയും നമ്മളുടെ പൂർവികരായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ആ ഒരു പാപങ്ങളുടെ അനന്തരഫലങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി നമ്മളെക്കൊണ്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു നവംബർ മാസത്തിൽ, ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ പ്രാവശ്യം ആരെങ്കിലും ഒരാളുടെ മനസ്സിലോർക്കാം. കർത്താവ്, ഞാൻ ഈ ഒരു 8 ദിവസം ഞാൻ എല്ലാ ദിവസവും സെമിത്തേരിയിൽ പോകാൻ വേണ്ടി ശ്രമിക്കും. ഇയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കും. കുർബാനയ്ക്ക് ശേഷം ഞാൻ പൂർണ്ണദണ്ഡവിമോചനത്തിൻ്റെ ഏറ്റവും ബേസിക് കണ്ടീഷനായ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവും ഒരു വിശ്വാസ പ്രമാണം ഞാൻ ചെല്ലും എന്ന് തീരുമാനിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാളെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പറയുന്നു, പാപമോചനമല്ല, ഇതിന് ശേഷം നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്നല്ല, മറിച്ച് അടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പാപത്തിൻ്റെ അനന്തരഫലങ്ങളെല്ലാം മായ്ക്കപ്പെടുകയാണ്. ഇതിന് ശേഷം വരുന്ന ഓരോ ആണ്ട് കുർബാനയിലും നമ്മൾ അവർക്ക് വേണ്ടി ചെല്ലുന്ന ഓരോ അനുസ്മരണ ബലികളിലും, അല്ലെങ്കിൽ മരിച്ച വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കൊക്കെ ചെല്ലുമ്പോൾ അവരെ ഓർക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ രക്ഷയിലേക്ക് അവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ക്ഷമിക്കപ്പെടാതെ പോയ പാപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കപ്പെടുകയാണ്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഏത് പോയിന്റിലാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. ഇതെല്ലാം കർത്താവിലേക്ക് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ നിയോഗം വെച്ചിരിക്കുന്നത്, അയാൾക്ക് വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്ന പ്രാർത്ഥനകളാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു നവംബർ മാസം ഏറ്റവും ശക്തമായിട്ട് നമ്മളുടെ പരേതരായിട്ടുള്ള സഹോദരന്മാരെല്ലാവരും ഓർക്കാം. നമ്മളെക്കൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് സംഭവിക്കുന്ന എന്താണ്? ഞാൻ ചെയ്ത പാപങ്ങളുടെ ഈ ഒരു ദണ്ഡവിമോചനത്തിൽ വരുന്ന കുറേ ടെമ്പറലായിട്ടുള്ള പണിഷ്മെൻറ്റ്സാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ മാറിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ചെറിയ നിയോഗങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? അത് അവരെ കുറച്ചും കൂടി ഒന്ന് അടുപ്പിക്കാൻ വേണ്ടി, രക്ഷയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കൊന്നും കൂടി ചിന്തിക്കാം. ദൈവത്തിന് ഒരാളെ രക്ഷിക്കാനോ ഒരാളുടെ മരണത്തിനോ ഒക്കെ ആയിട്ട് ഇഷ്ടമുള്ളതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദൈവമാണ് തീരുമാനിക്കുന്നത് ഒരാൾ എപ്പം മരിക്കണമെന്നും ഒരാളെ എപ്പോൾ രക്ഷപ്പെടണമെന്നും. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് അയാളെ കൊണ്ടുവരാമെന്നാണ്. നായൻ പട്ടണത്തിലേക്ക് പോകുന്ന കർത്താവിൻ്റെ മുൻപിലേക്ക് അറിഞ്ഞോ അറിയാതെയോ അയാളുടെ ശരീരത്തെ കൊണ്ടുവന്നത് കൊണ്ടാണ് അവിടെ അത്ഭുതം സംഭവിക്കുന്നത്. നമുക്കും ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഈ പരേതരായ സഹോദരന്മാരെ കർത്താവിന് മുമ്പിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ ഒരു നിയോഗം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.